പന്തളം കൊട്ടാരത്തിന്റെയൊക്കെ ധാരാളം ഭൂമി ഇങ്ങനെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് 50 ലക്ഷം രൂപ പ്രതിവർഷം ക്ഷേത്രങ്ങൾക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സർക്കാർ കൊടുക്കും. പത്മനാഭശിവ ക്ഷേത്രത്തിന് 1 ലക്ഷം രൂപയും കൊടുക്കും. അങ്ങനെ 1949 കവനന്റിൽ ആർട്ടിക്കിൾ 3 തിരുക്കൊച്ചി ഒബ്ലിഗേഷൻസ് ആൻഡ് ലയബിലിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. ഗവൺമെന്റിനുള്ള ഒബ്ലിഗേഷൻസ് എന്താണ്, ലയബിലിറ്റി എന്താണ്. ആർട്ടിക്കിൾ 8C അതും 1949 തന്നെ 22 ദേവസ്വം പ്രൊക്ലമേഷൻ ഷെഡ്യൂൾ ഓഫ് ടെമ്പിൾസ് 2 കാര്യം വന്നു. ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഇവിടുത്തെ ഹിന്ദു സമൂഹം ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. അല്ലാതെ ഈ ശശികല ടീച്ചർ ആയാലും അതുപോലെ RV ബാബു ആയാലും അല്ലെങ്കിൽ വത്സൻ തില്ലങ്കേരി ആയാലും മുട്ടിന് മുസ്ലിങ്ങളെ തെറി പറഞ്ഞ് ക്രിസ്ത്യാനികളെ തെറി പറഞ്ഞ് കയ്യടി വാങ്ങുകയല്ല ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ പഠിക്കൂ, നിങ്ങൾ പഠിപ്പിക്കൂ. ഞാൻ നിങ്ങളെ കുറ്റം പറയുകയല്ല കേട്ടോ. നിങ്ങൾ ഹിന്ദു കളുടെ സംരക്ഷണത്തിനുണ്ട് ഒരുപാട് ജോലി ചെയ്യുന്നവരാണ്. ഷെഡ്യൂൾ ഓഫ് ടെമ്പിൾസിൽ എഴുതി വെച്ചിരിക്കുന്നത് അൺഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ടെമ്പിൾസും ഉണ്ട്, ഇൻകോർപ്പറേറ്റഡ് ടെമ്പിൾസും ഉണ്ട്. അതിൽ അൺഇൻകോർപ്പറേറ്റഡ് ടെമ്പിൾസിനാണ്, അതായത് ഉൾപ്പെടുത്താത്ത ടെമ്പിളിലാണ് ശബരിമല കിടക്കുന്നത്. പക്ഷെ ബഡ്ജറ്റ് തയ്യാറാക്കിയപ്പോൾ ബഡ്ജറ്റിന്റെ ആമുഖത്തിൽ ഈ അൺഇൻകോർപ്പറേറ്റഡ് കാറ്റഗറിയെ ഇൻകോർപ്പറേറ്റഡ് ലിസ്റ്റിൽ കൂടെ ഉൾപ്പെടുത്തി എന്നുള്ള ഒരു ചതി അന്ന് നടന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ 10 സബ്സെക്ഷൻ അനുസരിച്ച് ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും സർക്കാരിനും വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. പക്ഷേ കവനന്റിലും 49 പറഞ്ഞിരിക്കുന്ന കവനന്റിലോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോ എഗൻസ്റ്റ് ആയിട്ട് പോകാൻ കഴിയില്ല. കവനന്റ് സൈൻ ചെയ്തിരിക്കുന്ന കൊച്ചി രാജാവും തിരുവിതാംകൂർ രാജാവും യൂണിയൻ ഗവൺമെന്റും തമ്മിലാണ് അന്ന്. കാരണം അങ്ങനെയാണല്ലോ റിലേഷൻ.